അപ്പോൾ കടികളെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ കിടന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ അവർ ചോറ് വയ്ക്കുന്ന സ്ഥലമാണ്. ഒരു ആക്രിക്കട പോലെ സെറ്റപ്പ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് രാത്രിയിൽ മഴ ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ നല്ല മഴക്കാരാണ് മുകളിൽ. യാത്ര മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും പാക്ക് ചെയ്തിട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം. എന്തായാലും ഇനി പോകണ വഴിക്ക് കാണാം. ഇന്ന് വലിയ സംഭവങ്ങളൊന്നുമില്ല, ആകെ വയ്യ. എൻ്റെ പൊന്നുകടികളെ, രാവിലെ എൻ്റെ അപ്പം ഒരു ഷറോറും ഉണ്ടായിരുന്നു. സംഭവം എന്തോ ഉള്ള പോലെ എനിക്ക് തോന്നി. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ബെല്ലയുടെ ഓട്ടം കാരണം മിഞ്ഞാന്നും അതിൻ്റെയൊക്കെ ആയിട്ട് ബെല്ലയുടെ ഓട്ടം കാൽ മുറിച്ചേക്ക് ആകെ മനസ്സിൽ ചത്തെടുക്കണ്ടായിരുന്നാ. ഇന്നിപ്പോൾ ഞാൻ ആ കിടന്ന ആ റൂമിൻ്റെ അവിടെ വെച്ചിട്ട് സൈക്കിൾ വെച്ചിട്ട് ബെല്ലുറങ്ങാൻ തക്ക നോക്കി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കുമ്പോൾ ആ കടക്കാനടുത്ത് പറഞ്ഞായിരുന്നു, ശങ്കർഭായി അടുത്ത് പറഞ്ഞു, ശങ്കർഭായി ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ബെല്ല കൂട്ടിലില്ല, കൂട് തുറന്നു കൊടുക്കണം. ഈ കന്നഡ എനിക്കറിയില്ലല്ലോ. അവസാനം നമുക്ക് ഇന്നലെ ട്രാൻസ്ലേഷൻ ചെയ്തെന്നൊരു ഇംഗ്ലീഷ് അധ്യാപകൻ ഉണ്ടായിരുന്നു. ആൾ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ശങ്കർഭായി പറഞ്ഞു വെയിറ്റ് ചെയ്യാറാം സാർ, ഡോണ്ട് എവിടേക്കും പോയിട്ടില്ല, ബാത്റൂമിൽ പോയിക്കാന്ന്. പിന്നെ ബെല്ല ബാത്റൂമിൽ പോയി പിന്നെ തിരിച്ചു വരുമോ? അവളന്മാർ പോക്ക് പോലെ. ഇവള് ഞാൻ പോയ സമയത്ത് എഴുന്നേറ്റ് കുറച്ചപ്പോൾ ശങ്കർഭായി എന്ത് ചെയ്തു, ആ കട ഓണർ എന്ത് ചെയ്തു, കൂട് തുറന്നിട്ടു. ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാനാണെന്ന് വെച്ചിട്ട്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഒരു എക്സ് ആർമി എന്ന് വെച്ചാൽ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയി ഒരു തോരപ്പൻ, അങ്ങനെ പറയാം. എനിക്ക് ആർമിക്കാരുടെ നല്ല ബഹുമാനമുണ്ട്. അയാൾ ഇവളെയും കൊണ്ട് എടുത്ത് വീട്ടിൽ പോയി. എന്നിട്ട് അവസാനം ശങ്കർഭായി അധ്യാപനം കൂടി പോയിട്ട് വീട്ടിൽ പോയിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നേക്കാം കുരുപ്പിനെ. ആര് വിളിച്ചില്ലാണ്ട് ഇറങ്ങി പോവാ. ഇന്നലെ ഓട്ടം, ഇന്ന് എല്ലാവരും വിളിക്കുമ്പോൾ കൂടെ പോവാ. അതെ നിന്നെ തന്നെ വിളിച്ച എന്താണെന്നറിയില്ല. 2-3 ദിവസമായിട്ട് ബെല്ലയ്ക്ക് ആകെ സംഭവങ്ങളാണ്. എന്നിട്ട് രാവിലെ വെയിലും തുടങ്ങി, ഞാൻ യാത്രയും തുടങ്ങി. എന്തെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്ന് രാവിലെ കുറച്ച് വിഷമിച്ചെങ്കിലും കൊച്ചാപ്പിനെ കയ്യിൽ കിട്ടി. അവൾക്ക് 5 ചാടിപ്പോകാൻ വേണ്ടിയിട്ട് ഉള്ള സമയത്ത് നിൽക്കണം. എവിടെയെങ്കിലും പട്ടിയുടെ എന്തിൻ്റെ മൊയിലിനെ ആടിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഓടിപ്പോണം. എന്നാലെൻ്റെ ബെല്ലേ നമുക്കതിൽ മുന്നോട്ട് തന്നെ പോവാം. മുരികളെ രാവിലെ ഒന്ന് വിഷമിച്ചെങ്കിലും സത്യം പറഞ്ഞ മനസ്സിൽ ആകെ ചത്തുപോയി. ഓടിപ്പോയി കുഴപ്പമില്ല, മോഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടും പറയണത് വേറെ ഇതായി. എന്തായാലും വേണ്ട. അതിനുശേഷം എന്താ എൻ്റെ ബാക്കിൽ കാണുന്ന കയറ്റം ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്ന് വള്ളി കയറ്റിട്ട് വരുന്ന വഴിയാ. വരുമ്പോൾ കണ്ട കാഴ്ചകളില്ലേ, നമ്മൾ വിഷമങ്ങളൊക്കെ തീർക്കാട്ടാ. അതാണ്